ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, ഡിറ്റാണ് കേട്ടോ. ഇന്ന് നമ്മൾ കാത്തിരുന്ന ആ ദിവസം എത്തിപ്പോയിരിക്കുകയാണ്. ലൂക്കാച്ചിന്റെ സർപ്രൈസും ഫെബിന്റെ സന്തോഷവും എത്തിക്കൊണ്ടിരിക്കുകയാണ്. സംഭവം എന്താണെന്നല്ലേ വഴിയെ പറയാട്ടോ. രാവിലെ തന്നെ ഒരു കോഫിയും ചെറിയ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചതിന് ശേഷം ഉച്ചക്കത്തേക്കുള്ള ഒരു ഫുഡൊക്കെ ഞങ്ങൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ലൂക്കാച്ചനാണെങ്കിൽ നല്ല ഉറക്കത്തിലാണ് കേട്ടോ. അവനെ എണീപ്പിച്ച് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കൊടുത്തതിന് ശേഷം എനിക്കും വാവിക്കും ലൂക്കായ്ക്കും കൂടെ ഒരു യാത്ര പോകേണ്ടതുണ്ട്. അങ്ങനെ ലൂക്കാച്ചിനെ കുത്തിപ്പൊക്കി ചാർജാക്കി ഞങ്ങൾ നേരെ യാത്ര പോയത് ടൊറാൻഡോ പിയേഴ്സൺ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്കാണ്. ലൂക്കാച്ചിന്റെ സർപ്രൈസും ഫെബിന്റെ സന്തോഷം അതാ മന്ദം നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അഞ്ചും കുഞ്ഞുപെണ്ണും ലൂക്കാച്ചന്റെ അമ്മമ്മയും അപ്പപ്പയും അങ്ങനെ ഒരു നീണ്ട യാത്രയ്ക്ക് ശേഷം നമ്മുടെ കാനഡയിൽ എത്തിപ്പോയിരിക്കുകയാണ്. യാത്രയ്ക്ക് വലിയ കുഴപ്പമില്ലായിരുന്നു എന്നാണ് അവർ പറഞ്ഞത് കേട്ടോ. അപ്പായ അമ്മയും കുഞ്ഞുപെണ്ണിനെയും വഞ്ചനയും കൂടാൻ വേണ്ടി ഞങ്ങൾ 3 കാറിലാണ് എയർപോർട്ടിൽ പോയത് കേട്ടോ. ലഗേജ് എല്ലാം വണ്ടിക്കകത്താക്കി അപ്പാനെയും അമ്മേനെയും കൂടി ഞങ്ങൾ നേരെ പോയത് വീട്ടിലേക്കാണ് കേട്ടോ. ലൂക്കാച്ചനാണെങ്കിൽ അപ്പപ്പായ അമ്മയെ നേരിട്ട് കണ്ടതിൽ വളരെ സന്തോഷത്തിലാണ്. യാത്രയിലെ വിശേഷങ്ങളൊക്കെ പങ്കുവെച്ച് അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി. അപ്പപ്പയെ കണ്ടപ്പോഴേക്കും ലൂക്കാച്ചനാണെങ്കിൽ ഓടിച്ചാടി തോളെ കയറി കേട്ടോ. ഇത്ര നാളും ലൂക്കാച്ചനെ നോക്കിക്കൊണ്ടിരുന്നത് ഞാനും ആവയും തന്നെയായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ കൂട്ടിന് അപ്പായും അമ്മയും ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ വളരെ സന്തോഷത്തിലാണ് ഞങ്ങളും. വീട്ടിൽ ചെന്നിട്ട് വേണം നാട്ടിലെ പെട്ടിയൊക്കെ ഒന്ന് പൊട്ടിക്കാൻ. അങ്ങനെ ലൂക്കാച്ചൻ്റെ അകമ്പടിയോടുകൂടി ഞങ്ങൾ വീട്ടിലെത്തി പോയിരിക്കുകയാണ്. സമയമൊക്കെ ഏകദേശം 12 മണി ആയിട്ടുണ്ട് കേട്ടോ. വീട്ടിൽ ചെന്ന പാടെ അപ്പായമ്മയെ ഒന്ന് ഫ്രഷൊക്കെ ആയിട്ട് ഞങ്ങൾ ലഞ്ചൊക്കെ കഴിച്ചു കേട്ടോ. ലൂക്കാച്ചനാണെങ്കിൽ പെട്ടി പൊട്ടിച്ചതും പെട്ടിക്കകത്ത് എന്തൊക്കെയാണെന്നൊക്കെ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ചക്ക വറുത്തത്, വാഴക്ക വറുത്തത്, അലുവ, പിന്നെ പലതരം വെറൈറ്റി അച്ചാറുകളൊക്കെ നാട്ടിൽ നിന്നും അമ്മ കൊണ്ടുവന്നിട്ടുണ്ട്. ലൂക്കാച്ചനാണെങ്കിൽ എല്ലാം ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പാനെ അമ്മനെ റെസ്റ്റ് എടുക്കാൻ വിട്ട ശേഷം ഞാനും വാവയും അച്ഛനും ലൂക്കായും കൂടെ കോസ്കോയിൽ എത്തിപ്പോയിരിക്കുകയാണ്. നിങ്ങൾ ആരെങ്കിലും ഉപ്പിലിട്ട് പുഴുങ്ങിയ മുട്ട കണ്ടിട്ടുണ്ടോ? എങ്കിലും കണ്ടു നോക്കിക്കോളൂ. അങ്ങനെ കോസ്കോയിൽ നിന്നും സാധനങ്ങളൊക്കെ വാങ്ങി ഇറങ്ങി തൊട്ടടുത്തുള്ള വാൾമാർട്ടിലും കയറി തിരിച്ച് ഞങ്ങൾ വീട്ടിലെത്തി പോയിരിക്കുകയാണ്. ഈ സമയത്ത് ഫെബിനും അഞ്ചും കുഞ്ഞിപ്പെണ്ടും വീട്ടിലെത്തി പോയിട്ടുണ്ട് കേട്ടോ. കുറച്ചു നേരം പിള്ളേരുടെ ചിരിയൊക്കെ കണ്ട് വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾ അവിടെ സമയം ചെലവഴിച്ചുകൊണ്ടേയിരുന്നു. രാത്രി 12 മണി ആയിക്കഴിഞ്ഞാൽ അജുവിൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. അതുകൊണ്ട് കേക്കൊക്കെ കട്ട് ചെയ്യാൻ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഏകദേശം 12 മണിക്ക് ആറായപ്പോഴത്തേക്കും ഞങ്ങൾ ബർത്ത്ഡേ കേക്കൊക്കെ കട്ട് ചെയ്യാനുള്ള എൻ്റെ ടേബിളൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ടേബിളൊക്കെ റെഡിയാക്കി അപ്പാടെയും അമ്മയുടെയും സാന്നിധ്യത്തിൽ അജുവിൻ്റെ 28ാം ബർത്ത്ഡേ അങ്ങനെ ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്ത് ആഘോഷിച്ചു കേട്ടോ. അപ്പായും അമ്മയും നാട്ടിൽ നിന്ന് വന്നതിൻ്റെ അതേ ദിവസം തന്നെ അജുവിൻ്റെ ബർത്ത്ഡേക്ക് ആഘോഷിക്കാൻ പറ്റിയിൽ ഞങ്ങൾ വളരെ സന്തോഷത്തിലാണ് കേട്ടോ. കാരണം ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഫാമിലിയൊക്കെ കൂടി ഒരുമിച്ച് ഇങ്ങനെ ഒരു ബർത്ത്ഡേക്ക് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അങ്ങനെ അതിമനോഹരവും കുറേ നല്ല ഓർമ്മകൾ സമ്മാനിച്ച ഒരു ദിവസം കൂടി കടന്നുപോയിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയ നല്ല വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ആയിട്ട് കാണാം കേട്ടോ. അപ്പോൾ ശരി, ബൈ ബൈ.